ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. എന്തായാലും നാളെ ചാരി രാവിലെ പോരും. എനിക്ക് അതൊരു പ്രതീക്ഷയില്ല, കാരണം ഇന്ന് കുറച്ച് മടിയുണ്ടേനു. വേറൊന്നും കൊണ്ടല്ല, ഇന്നലെ നമ്മൾ കിടക്കാൻ കുറേ വൈകില്ലേ. ഇന്നലെ രാത്രി ഉറങ്ങാൻ കുറേ വൈകിപ്പോയി. 2 മണിയായി ഞങ്ങൾ കിടക്കുമ്പോൾ. പിന്നെന്ന് വെച്ചാൽ കുറച്ച് ഉറക്കം കുറഞ്ഞു പോയില്ലേ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ എണീക്കാൻ കുറച്ച് മടിയുണ്ടായിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ കുറച്ച് സമയം ഇന്ന് ഏതെങ്കിലും ഒരു സമയത്ത് കുറച്ച് നേരം കുഞ്ഞിന് ഉറങ്ങാൻ സമയം കൊടുക്കും. കുറച്ചില്ല, 2-3 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. എന്നാലും രാവിലത്തെ എണീക്കണം സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമാണ് എൻ്റെ ഒരു പ്ലാൻ, വേറൊന്നുമില്ല. അപ്പോൾ ഇന്നൊക്കെ അതുകൊണ്ട് കുറച്ചൊരിതുണ്ടായിന്. പക്ഷേ ഒരു വിളിക്ക് ഒറ്റ വിളിക്ക് ചാരി വിളിക്കുമ്പോഴത്തേക്ക് ചാടി ഇടിച്ചിക്ക് ആൾ റെഡി. എല്ലാം ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് അല്ലേ, ഇന്നലെ തന്നെ കിടക്കുമ്പോൾ എല്ലാം എടുത്തെല്ലാം വെച്ച് അങ്ങനെ നല്ല കുട്ടിയായിട്ടാണ് കിടക്കുക. അപ്പോൾ രാവിലെ എണീച്ചിക്കേ ആളിന്ന് ഷാർപ്പ് ടൈമിന് 6 മണിക്ക് തന്നെ ഇറങ്ങിനി. ഇന്നലെ കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് ഇവിടെ എത്തുമ്പോഴത്തേക്ക്. അപ്പോൾ ഇന്നൊരു കുറച്ചുകൂടി നേരത്തെ എണീച്ചിട്ട് റെഡിയായി 6 മണിയപ്പോൾ തന്നെ ആൾ ഇറങ്ങി. ഇന്ന് കുറച്ച് നേരം ഇവിടെ നടന്ന് ഈ ഓടാൻ വേണ്ടിയിട്ട് രാവിലെ ഓടാന്നുള്ളത് ബോഡി ഒന്ന് സെറ്റായി വരണം. അങ്ങനെ ഓടി ശീലമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഓടാൻ ചിലപ്പം പിത്ത ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഞാൻ 2-3 ദിവസം ബോഡിന്നൊന്ന് നടത്തത്തിൽ തന്നെ സെറ്റ് ചെയ്യിക്കട്ടെ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എഗെയിൻ ഒരു ഡെയിലി വ്ളോഗ്. ഇന്നലത്തിനോട്ട് മറന്നു വയ്ക്കൽ ഫുള്ളായിട്ടിടും. അപ്പം നമുക്ക് പോയിട്ട് വരാം. അടയെങ്കിലും കിടന്ന് ഉറങ്ങേണ്ട കുഞ്ഞിനെയും വലിച്ചിട്ട് ഓൾ എന്തിനീ നടക്കാൻ പോകുന്നതെന്നെല്ലാം വിചാരിക്കും. വെറുതെ ചിലതെല്ലാം രാവിലെ എണീക്കാന്നല്ല നല്ലൊരു ശീലം ഓളെടുത്ത് ഇല്ല. അപ്പോൾ അതെനിക്കൊന്ന് ആക്കിയെടുക്കാനുള്ളൊരു പരിശ്രമമാണ് കേസി കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ മോള് നല്ല കുട്ടിയാണ്. ഒച്ച വിളി അപ്പോഴത്തേക്ക് ഓൾ എണീക്കുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇവിടെ നടക്കാൻ പോകുന്നിടത്തിൽ അടിപൊളിയാണ്. രാവിലത്തെ വ്യൂ കാണാൻ സൂപ്പറാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് എഴുതുന്നുണ്ട്. സൂര്യൻ വരാൻ പോകുന്നേ ഉള്ളൂ. ഇത് 6 മണി ആയിട്ടാണല്ലോ. കണ്ട ആടെല്ലാം അരയണങ്ങളും എന്തൊക്കെയാ ഉള്ളത്. മീനെ പിടിക്കുന്നതാണ്. എന്തെന്നാണോ എന്തോ അയാൾ വെക്കുന്നത്. ഇന്ന് കുറച്ചുകൂടെ നേരത്തെ വന്നുകൊണ്ട് ആൾക്കാരും കുറവുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുള്ള് തിരക്കാണ്. അപ്പോൾ ഒന്ന് വന്ന സമയത്ത് അങ്ങനെ ആൾ കാണുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഇനിയിപ്പം ഒരു റൗണ്ട് അടിച്ച് വരുമ്പോഴത്തേക്കൂടെ കുറച്ചും കൂടെ ആൾക്കാരാവും. അപ്പോൾ ഫോണും പിടിച്ച് നിന്നാൽ നടക്കാൻ പറ്റില്ല. ഞങ്ങൾ വേഗം പോയിട്ട് വരാം. ഞങ്ങൾ വാക്കിങ്ങിന് ചെറുതായിട്ട് ജോഗിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നല്ല ഉഷാറിൽ പോകുന്നല്ലുണ്ട്. അപ്പോൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വാക്കിങ്ങിൻ്റെ ഏകദേശം ഒത്ത നടുക്കെത്തിയ നമ്മളെ കൽബ് സ്വർക്കം എഴുന്നിട്ട് എന്ന് പറയുന്നുണ്ട്. ചേട്ടൻ എൻ്റെ വിളിക്കുന്നത്. അപ്പോൾ വേഗം പോകണം. ആൾ കുറേ പിന്നെ ഓടിയിട്ടും എത്തുന്നില്ല. ചാരുവിനാണെങ്കിൽ പെട്ടെന്ന് ഓടാനും പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒത്ത നടുക്കെത്തിയാൽ ഞങ്ങൾ ഏകദേശം പെട്ടു. ഇനി പെണ്ണാടെ കാരണം കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, ദീദിയുടെ കുറച്ച് നേരം നോക്കട്ടെ. അപ്പോഴത്തെ നമുക്ക് പോവാം. അപ്പം ഇനി കുറച്ചും കൂടി ഉള്ളൂ. കൂട്ടം നടത്തവും കൂടി മിക്സായി പോയിന്ന്. ഹായ്, കുറേ വെറൈറ്റി ഡോഗ്സിനെ കാണാൻ പറ്റും. ഇന്നലെ ഒന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്ന് ഇവിടെ ഈ ഭാഗത്താണ്. മറ്റേ പാർക്കിൽ പോകുന്നെങ്കിൽ കുറേ എണ്ണത്തിനെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വേഗം പോട്ടെ. കുറച്ചുള്ളൂ ഇനിയിപ്പോൾ എത്താൻ. ഇനി ഏകദേശം നമ്മൾ എത്തിയില്ലേ ചാരു? ഇവിടെ തന്നെ അല്ലേ, വേഗം എത്തും. ഇപ്പോൾ ഓക്കെ, 10 മിനിറ്റും കൂടി. ഇത്രയും വലിയ ലേക്കാണ് ഗൈസ്. ഇത് ഫുള്ളും ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ? ഒന്ന് നോക്കണം. ഒരു 3 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും.
രണ്ടുക്കൂല. കല്ലു കരയുന്നു. ഓ കരയല്ലു. നാളെ കല്ലുവിനെ കൂട്ടിയായിരിക്കും ഞങ്ങൾ പോവാ. ഇന്ന് കരഞ്ഞിട്ട് ഞങ്ങൾ ഫുൾ റൗണ്ട് അടിച്ചിട്ട് വന്നത്. അവർ കരിയാൻ. കല്ലു എങ്ങനെ കരഞ്ഞേ? കല്ലുച്ചാ. അപ്പം നമ്മൾ ഇന്നത്തെ ഓട്ടവും ചാട്ടവും സർക്കിട്ടെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം DRDOയിൽ വരെ പോകുന്നതാണ്. പോകുന്നതെന്ന് വെച്ചാൽ അവിടെ എനിക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോകുന്ന. എവിടെ പോന്ന് കല്ലു? കല്ലു എവിടെ പോന്ന്? ടാറ്റ പറ. കല്ലു ഒരു ഉമ്മത്ത ഉമ്മ പറ. ഒരു ഉമ്മത്ത. ഇങ്ങോട്ട് മാറാൻ ഇനി മാറി. ഇനി കല്ലു പറ. കല്ലു പറ. കല്ലു പറ. ഈ ചെറിയ പെണ്ണാപ്പീനുണ്ടല്ല, ഇത് ഞാൻ ചെറുതാണ്. ചെറുതേ ഉമ്മ കൊത്ത. ടാറ്റ പറ. ടാറ്റ പറടി. അപ്പം നമ്മൾ ടാറ്റ പോയിട്ട് വരാൻ DRDOയിൽ പോകുന്നതാണ്. ചാരുവിനെ കാണിച്ചു തരാം. നല്ല രസമല്ലേ? പറഞ്ഞല്ലേ നല്ല ശുണ്ടറി കുട്ടിയായിട്ടില്ലേ? നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയില്ല എൻ്റെ മോളെ കാണാൻ. നമ്മൾ സെയിം തരൂ. ഓട്ടോ വന്നു. ഞങ്ങളൊരു 1/4 മണിക്കൂറായിട്ട് ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഇപ്പാണ് ഒരു ഓട്ടോ കിട്ടിയത്. ഇത് ഇതാക്ക്. ആരാ ഇവരല്ലേ? ഓട്ടോ വിളിച്ച് പോവാൻ നിന്നപ്പോൾ ഇല്ല. ഹലോ. ഇല്ലോ കാക്കിട്ടെ ഇല്ലേ. അപ്പം ഞാൻ ഓട്ടോറിക്ഷയിൽ വിളിച്ച് പോകുന്നതാണ്. ആദ്യത്തെ എല്ലാം വ്ളോഗിലാണെങ്കിൽ ഫുൾ ഇങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് പോക്ക് എന്നിനും പണി. ഇപ്പം എന്ന് വെച്ചാൽ വ്ളോഗ് ചെയ്യലേ ഇല്ല. പക്ഷേ അത് പ്രാവശ്യം കുണ്ടമ്മേ പ്രാവശ്യം ഇപ്പം തപ്പേ. അപ്പം നാളിപ്പം ഡെയിലി വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാന്നുള്ളത്. അപ്പോൾ വെക്കേഷനിലാണല്ലോ കുറച്ചുകൂടി ഫ്രീ അല്ലേ. അപ്പോൾ ഇന്ന് ക്ലാസ് ഉണ്ടേനും. ഇന്ന് വൈകുന്നേരം ക്ലാസ് ഉണ്ടേനും. പക്ഷേ ഇന്ന് ക്ലാസ്സിന് പോകുന്നില്ല. ഇന്ന് പെസഹാവ്യാഴല്ലേ. അപ്പോൾ ആടെയാണ് കുറച്ച് കുട്ടികൾ ക്രിസ്ത്യൻസ് കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് ലീവ് കൊടുത്ത്. അപ്പം ഇന്നെന്ന് വെച്ചാൽ ഇപ്പം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോയിട്ട് അടുത്ത പരിപാടി എന്താണെന്നറിയോ? അടുത്തത് എനിക്ക് പല്ല് പറിക്കാൻ പോകണം. ഞാനും എൻ്റെ പല്ലും തമ്മിൽ കുറച്ച് നാളായിട്ട് യുദ്ധത്തിലാണ്. ഈ ഒരു സൈഡിൽ ഒരെണ്ണം പോയി. ഇനിയിപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് വേറെ എടുക്കണം. ഇനി ഉള്ളത്തത് 2 പറ്റി. വണ്ടി ഫുള്ള്. അപ്പോൾ ഇന്ന് ഡോക്ടർ പല്ല് പറിക്കുന്നതിൽ പല്ല് പറിക്കണം. ഇവിടെ പുറത്തേക്കെല്ലാം എക്സ്ട്രാ പല്ലുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം പറിച്ച് കളയണം. എന്ത് കഴിഞ്ഞാണോ ബ്ലോക്ക് ഉണ്ട് ചെറുങ്ങനെ. ഒരാവശ്യമില്ലാണ്ട് ബ്ലോക്ക് ആക്കുന്നവൻ പോയാൽ പോരെ. ഈ സൈഡിലേക്ക് വരുന്നതാണ് ആ വണ്ടി. കണ്ട റോഡ് കാലിയാണ്. റോഡ് കാലിയായിട്ട് കിടക്കുന്നത്. എന്നാലും വെറുതെ ഒരാവശ്യമില്ലാണ്ട് ബ്ലോക്ക് ആക്കും. അപ്പം നമുക്ക് ഡ്രസ്സെല്ലാം കൊടുത്തിട്ട് വരാം വിശേഷിച്ചൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം. പിന്നെ കുറച്ച് പരിപാടികൾ. ചാരുവിനെ കാണാൻ നല്ല രസമില്ലേ? എനിക്ക് ചാരു ഇങ്ങനെ മുടികെട്ടി ഭയങ്കര നിങ്ങൾ എന്തെന്നാ കളിക്കുന്ന പിള്ളേറെ? കല്ലു ഓട്ടോ വന്ന്. അപ്പം അയാൾ അടിക്കാനെല്ലാം കൊടുത്ത് നിശേച്ചിനെ അടിക്കാൻ പോകുന്നതാണേ ഗസ്. ഇനി നിശേച്ചിനെ വ്ളോഗിൽ കാണാം. ഇത്രയും നേരം ഒന്നും
പറഞ്ഞിട്ടില്ല, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വന്നൊരു ആ നിങ്ങള് ബൊട്ടിക്കിന്റെ ഇത് പറഞ്ഞു പറ, എനിക്കറിയൂല എന്തേനു പറ ചേച്ചി പറ പറ ശരി. ഞങ്ങളൊരു ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെൽവെറ്റ് വൈൻ എന്നാണ് അതിൻ്റെ പേര്. റെഡിമെയ്ഡ്സ് ഉണ്ട്, സാരീസ് എല്ലാം, പിന്നെ കസ്റ്റമൈസ് വർക്ക് കൂടെ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യണം കേട്ടോ. കോൺടാക്ട് നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കും, കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാ പേജും കൊടുക്കാം. എനിക്കൊന്ന് മെൻഷൻ ചെയ്ത് ഷെയർ ചെയ്ത് തന്നാൽ മതി. അപ്പോൾ എല്ലാം ക്ലിയർ ആണ് ഗൈസ്. ഞാൻ ഇനി ഇൻസ്റ്റാ പേജിൽ ഷെയർ ചെയ്യാവേ ആണോ? ഓക്കെ, ഞാൻ ഈ വില ബൊട്ടിക്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഇതിലേക്ക് കൊടുക്കാം ഗൈസ്. ഞാൻ പോയിട്ട് കേട്ടാ അപ്പം വിളിക്കാം. ഗൈസ് വെൽവെറ്റ് വൈൻ അതാണ് ഇവലെ ബൊട്ടിക്കിൻ്റെ പേര്. അപ്പോൾ ഇപ്പം നമ്മുടെ ചാനൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരുപാട് ആൾക്കാരൊന്നും ഇപ്പോൾ കാണുന്നില്ല. എന്നാലും കാണുന്ന എല്ലാവരും ഒരു അത്യാവശ്യം നല്ല സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടൈലറാണ് ചേച്ചി. അവരെല്ലാവരും ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് എല്ലാം കഴിഞ്ഞ് ഇപ്പം സ്വന്തമായിട്ടൊരു ബൊട്ടിക്ക് നല്ല രീതിക്ക് ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ആവശ്യമുള്ള ആൾക്കാരെല്ലാം കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. ഞാൻ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് പോകുന്നതാണ്. വീട്ടിലേക്ക് പോയി തിന്നാനെല്ലാം എന്തെങ്കിലും ആക്കണ്ടേ, ഫുഡെല്ലാം ഉണ്ടാക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വൈകുന്നേരം ഈ റൂട്ടിൽ തന്നെ വരണം. പക്ഷെ അന്നേരം ചിലപ്പോൾ തിരിയുന്നുണ്ടാവായിരിക്കും. ഇന്ന് പല്ല് പറിക്കാൻ പോകണ്ടേ, എൻ്റെ പല്ലാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശത്രു. എനിക്ക് ഇടക്കിടക്ക് പല്ല് ഇവിടെ പറിക്കേണ്ട ഇവിടെ പറിക്കേണ്ട ഇവിടെ പറിക്കേണ്ട എനിക്ക് കുറേ ഉണ്ട് പറിക്കാം, എല്ലാം പോയി പറിക്കണം. അപ്പം നമുക്കിത് തീർത്തങ്ങ് പറിച്ചടി പോരേ. കുറേ ഉണ്ട്, 6-8 എടുക്കാൻ, എല്ലാം എടുക്കണം. കേട് വന്നിട്ടില്ല കേട്ടോ. കേട് വന്നത് ഒരെണ്ണം ഉണ്ട്, പക്ഷെ മറ്റേതെല്ലാം എക്സ്ട്രാ ഇങ്ങനെ പുറത്തേക്ക് ഗൈസ്. അങ്ങോട്ട് പോകുമ്പോൾ ഉള്ളതിനെക്കാട്ടും ഇരട്ടി ബ്ലോക്കാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു റോഡ് പണി നടക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് വന്നത്. എൻ്റെ ഭഗവാനെ, വെറുതെയാണ് ഓട്ടോ ഒന്നും വരാത്ത വിളിച്ചിട്ട്. ഇത്ര വട്ടം ഇങ്ങനെയായ എവിടാ? ഇന്ന് ഇനിയിപ്പോൾ എങ്ങോട്ടും പോണേ, ഇവിടെ വണ്ടി വിളിച്ചാലൊന്നും കിട്ടൂല. അടിപൊളി, എന്തോ ഭാഗ്യത്തിന് ഓട്ടോ കിട്ടിയത് തന്നെ. ഈ ബ്ലോക്ക് ഉണ്ടായ സമയത്ത് ആരും വരില്ല. വെറുതെ അല്ലേ ഞാൻ രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ 3/4 മണിക്കൂറിൻ്റെ അടുത്ത് ഏകദേശം ഇരുന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടാവണം. അപ്പാണ് ഒരു ഓട്ടോ കിട്ടിയത്. അതും 60 ഉറുപ്പ്യൻ്റെ ഓട്ടത്തിന് 100 രൂപ കൊടുത്തിട്ടാണ് ആടെ വരുമ്പോൾ. അപ്പോൾ തിരിച്ചും അതേ അവസ്ഥ. ഇവർ പിന്നെ എങ്ങനെയെങ്കിലും എല്ലാം ഉള്ളിൽ കൂടി കയറ്റി അങ്ങ് കൊണ്ടാക്കി തരും. അതുകൊണ്ടൊരു സമാധാനം. കാറാണെങ്കിൽ പിന്നെ ആടെ ഇരിക്കലുണ്ടാവും. ഇവിടുത്തെ ട്രാഫിക്കാണ് സഹിച്ചുകൂടാതെ. അങ്ങനെയൊക്കെ ഒന്ന് പുരക്കത്തട്ട. അങ്ങോട്ട് പോകുമ്പോൾ ഈ ബ്ലോക്കൊക്കെ അടിപൊളിയാവും. നമ്മളവിടെ നിൽക്കലുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് സ്കൂൾ ബസ്സും പിന്നെ നോക്കണ്ടല്ലോ. എൻ്റെ അമ്മ ഇതുവരെ ഇവിടെ വരിക, അങ്ങ് വരിക. റെയിൽവേ ട്രാക്ക് വരണ്ടോളി. അതാ വേണ്ട, ഒരെണ്ണം മതി. ഉള്ള കയ്യിൽ തിന്നണ്ട, തണുപ്പ്. ചൂട് സമയത്ത് തണുപ്പ് ഒരെണ്ണം തിന്നാൽ മതി. പിന്നെ എല്ലാം കൂടി മാമൻ. അപ്പോൾ ഇവിടെ എത്തി. വന്ന സമയത്ത് ഒരു ഐസ്ക്രീം കണ്ടപ്പം അടുവേനെ പറഞ്ഞ് പെണ്ണി ആര് പറഞ്ഞ ആളെ വേഗം പോയിട്ട് ഇങ്ങ് പോന്നൊക്കെ. പക്ഷേ 60 ഉറുപ്പ്യൻ്റെ ഓട്ടത്തിന് അങ്ങോട്ട് 100 ഉറുപ്പ്യ. അപ്പോൾ ഒരായിട്ട് ആടെ എത്തിയപ്പോൾ 120 വേണമെന്നാണ്. 120 വേണമെന്നാണ് ഓട്ടോയ്ക്ക്. എന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ 76. ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരുണ്ടല്ലോ, കഴുത്ത് അറക്കൽ ഒരു രക്ഷയില്ല. ആകെ 2-3 കിലോമീറ്ററല്ലോ, അതിനാണ് ഇത്രയും പൈസ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണ്? വാതിൽ തുറന്ന് അകത്ത് കയറിയനു. പർപ്പിൾ ഐസ്ക്രീമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കണ്ട,
ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല. നിക്ക് വേനാ തെടൂല. നോക്ക് ഗൈസ്, നോക്ക് വെറൈറ്റി കാറാണ് വന്നത് ഗൈസ്. വെറൈറ്റി കാർ. നമുക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം. ഗൈസ് അമ്മേൻ്റെ ഐസ്ക്രീം പൊട്ടിപ്പോയി ഗൈസ്. എൻ്റെ അമ്മ ആ കഷ്ണം നിന്ന് കൊല്ലോടെ വെച്ചിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ വെൽവെറ്റ് വൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ പോയിട്ട് ചേച്ചീൻ്റെ ബൊട്ടേക്ക് ഒന്ന് സെർച്ച് ചെയ്യണം. അത്യാവശ്യം നല്ല കളക്ഷനെല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ടൊരു വർക്കെല്ലാം ചെയ്തിരും. നല്ല ടൈലേഴ്സാണ്, ഫാഷൻ ഡിസൈനിങ് എല്ലാം കഴിഞ്ഞാണ്. അപ്പോൾ നല്ല വർക്കാണ്. പിന്നെന്ന് വെച്ചാൽ ആരുവിൻ്റെ ഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അത് കിട്ടിക്കഴിയുമ്പം അതിൻ്റെ ഫുൾ എങ്ങനെയുണ്ട് തയ്ച്ചിട്ട് നിലപ്പോൾ കാണാം. പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണണമെങ്കിൽ ബൈ.